നമ്മൾ ഈ വരച്ച ഗ്രാഫ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ എക്സ് ആക്സിസിൽ നമ്മൾ 1000/t എന്ന് എഴുതണം. അതിന്റെ യൂണിറ്റ് കെൽവിൻ ആണ് -1. ഇത് log fm ആണ് അല്ലേ? log fm. ഇത് ഹെഡ്സ് ആണ്. നമ്മളൊരു ഏത് ഗ്രാഫ് വരച്ചാലും ആ ഗ്രാഫിന്റെ ആക്സിസ് ലേബിൾ ചെയ്യണം. ഓക്കെ സർ. പിന്നെ അതിന്റെ യൂണിറ്റ് എഴുതണം. അത് ഗ്രാഫ്. പിന്നെ നമുക്ക് ഈ സ്കെയിൽ വേണേൽ വലുതാക്കാം. അപ്പൊ കാണാൻ നല്ല രസമുണ്ടാവും. 24 ആക്കാം. പിന്നെ ഗ്രിഡ് ലൈൻസിൽ പോയിട്ട് ഓപ്പോസിറ്റ് കൊടുക്കാം. ഹൊറിസോണ്ടൽ ഓപ്പോസിറ്റ് കൊടുക്കാം. അതേമാതിരി വെർട്ടിക്കൽ ലേബിൾ. അപ്പോ ഇതാണ് നമ്മുടെ ഇതിന് നമ്മൾ ഇനി ചെയ്യേണ്ടത്. ഇതിന് അരീനിയസ് ഗ്രാഫ് എന്ന് എഴുതുക. അരീനിയസ് ഗ്രാഫ്. പിന്നെ ഇത് ഏതാണ് സാമ്പിൾ എന്നുള്ളത് ഇവിടെ എഴുതാം. അക്സിമെറ്റാസിൻ. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് ഇതിലേക്ക് നമ്മൾ VFT ഇക്വേഷൻ ഫിറ്റ് ചെയ്യുന്നു. അതായത് ഫിറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു ഇക്വേഷനെ നമ്മൾ ഡാറ്റയോട് മാച്ച് ചെയ്യിപ്പിച്ചിട്ട് ആ ഇക്വേഷനിൽ കുറച്ച് കോൺസ്റ്റൻസ് ഉണ്ടാവുമല്ലോ, ആ കോൺസ്റ്റന്റിന്റെ വാല്യൂ നമ്മുടെ ഡാറ്റയ്ക്ക് എത്രയാണെന്ന് കണ്ടുപിടിക്കുന്നതിനാണ് ഫിറ്റിംഗ് എന്ന് പറയാം. ഇപ്പൊ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഡാറ്റ, ഒരു 2 വേരിയബിൾസിന്റെ ഡാറ്റ ഉണ്ട്. ഫോർ എക്സാമ്പിൾ വോൾട്ടേജ് ആൻഡ് കറണ്ട്. അപ്പൊ നമ്മളൊരു ഗ്രാഫ് വരച്ചിട്ട് ആ ഗ്രാഫ് ചിലപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കാം. അപ്പൊ ആ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആ സ്ട്രെയിറ്റ് ലൈൻ വേറെ ഒരു ഐഡിയൽ സ്ട്രെയിറ്റ് ലൈനുമായിട്ട് കമ്പയർ ചെയ്ത്, ഒരു ബെസ്റ്റ് ഫിറ്റ് സ്ട്രെയിറ്റ് ലൈനായിട്ട് കമ്പയർ ചെയ്ത് ആ സ്ട്രെയിറ്റ് ലൈനിന്റെ സ്ലോപ്പും ഇന്റർസെപ്റ്റും കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഫിറ്റിംഗ് എന്ന് പറയാം. പക്ഷെ ഇവിടെ അത് സ്ട്രെയിറ്റ് ലൈൻ അല്ല കേട്ടോ. ഇത് സ്ട്രെയിറ്റ് ലൈൻ അല്ല അല്ലേ? ഇത് കർവ്ഡ് ആണ് അല്ലേ? അപ്പൊ ഇതിനെ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് VFT ഇക്വേഷൻ വെച്ചിട്ടാണ്. ഓക്കെ. അപ്പൊ VFT ഇക്വേഷൻ എന്താന്നുള്ളത് നമ്മളിപ്പോ കാണാം. അതാദ്യം ഒന്ന് എഴുതി തരാം. ഗൂഗിൾ എടുത്തിട്ട് പിന്നെ VFT ഇക്വേഷൻ അടിച്ചാല് ഇതാണ്. ശരിക്കും ഇതാണ് VFT ഇക്വേഷൻ. എന്താ പറയുന്നത് വെച്ചാല് the Vogel-Falker-Taman equation, also known as Vogel-Falker-Taman-Hess equation, is used to describe viscosity of liquids as a function of temperature, and especially is strongly temperature dependent variation in the supercooled regime upon approaching the glass transition. In this region, the viscosity of certain liquids can increase by 13 orders of magnitude with a relatively narrow temperature interval. The VFT equation reads as eta is equal to eta 0 e raised to b by t minus tvf. അപ്പൊ ഇത് എന്താ സംഭവം എന്ന് വെച്ചാല്, ഇപ്പൊ നമ്മള് ഈ ഒരു ലിക്വിഡ്, ഒരു സൂപ്പർ കൂൾ ലിക്വിഡിന്റെ എന്ത് ചെയ്തു, പിന്നെ ശരിക്കും ഒരു ലിക്വിഡിനെ ഗ്ലാസ് ആക്കുമ്പോൾ വിസ്കോസിറ്റി കൂടുക ചെയ്യുന്നത് അല്ലെ? 10⁻13 ടൈംസ് കൂടും. അപ്പം ഇത് വേറൊരു ടേംസിൽ പറയുകയാണെങ്കിൽ, നമ്മൾ വിസ്കോസിറ്റിയെ വേറൊരു ടേംസിലേക്ക് മാറ്റുകയാണെങ്കിൽ, റിലാക്സേഷൻ ടൈമിന്റെ ടേംസിലേക്ക് മാറ്റുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിലാക്സേഷൻ ടൈം
പിന്നെ ഫ്രീക്വൻസിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. ഇവിടെ ഞാൻ ശരിക്കും ഫ്രീക്വൻസിയാണ് ഇട്ടിട്ടുള്ളത്. ശരിക്കും ടോ ആണെങ്കിലും പറ്റും. അപ്പോൾ റിലാക്സേഷൻ ടൈമിന് ഫ്രീക്വൻസിയിൽ ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെയാണ് സംഭവിച്ചു വെച്ചാൽ, ഇപ്പം നമ്മൾ ഗ്ലാസ് ആക്കുമ്പോൾ വിസ്കോസിറ്റി കൂടുമ്പോൾ റിലാക്സേഷൻ ടൈം കൂടുമോ കുറയോ? കൂടും 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 കൂടും. ഓക്കെ സർ. കാരണം വെച്ചാൽ വിസ്കോസിറ്റി കൂടുകയല്ലേ. ആ സർ. വിസ്കോസിറ്റി കൂടുന്നതിനനുസരിച്ച് അതിന് എടുക്കുന്ന സമയം, റിലാക്സ് ചെയ്യാൻ എടുക്കുന്ന സമയം കൂടും. അപ്പൊ ഈ y ആക്സിസിൽ ലോഗ് എഫ് ആണ്, അതായത് ലോഗ് എഫ് അല്ലെങ്കിൽ ലോഗ് ടോ, രണ്ടും ഇതിന്റെ റെസിപ്രോക്കൽ എടുത്ത ലോഗ് ടോ ആവും. അപ്പൊ -2 ഈ ലോഗ് എന്ന് പറഞ്ഞാൽ ഒരു ലോഗ് 1 മാറുമ്പോൾ അതിന്റെ അർത്ഥം 10⁻1 മാറുന്നതാണ്. അപ്പൊ -2 മുതൽ +6 വരെ മാറുമ്പോൾ അതിന്റെ അർത്ഥം ഫ്രീക്വൻസി -2 ഇവിടെ 2 6 2 8 10⁸8 8 ഡെക്കേഡ് ഈ ഫ്രീക്വൻസി കൂടുന്നുണ്ട്. അപ്പൊ ഇവിടെ കണ്ടോ ഇത് ഞാൻ വേറെ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഈ എക്സ് ആക്സിസ് എന്ന് പറഞ്ഞത് 1000/T ആണ്, അതായത് റെസിപ്രോക്കൽ ഓഫ് ടെമ്പറേച്ചർ ആണ്. അപ്പൊ അതിന്റെ അർത്ഥം ടെമ്പറേച്ചറിന്റെ റെസിപ്രോക്കൽ എന്ന് വെച്ചാൽ ചെറിയ വാല്യൂ ആണെങ്കിൽ ഹൈ ടെമ്പറേച്ചർ ആണ്, വലിയ വാല്യൂ ആണെങ്കിൽ ലോ ടെമ്പറേച്ചർ. അപ്പൊ അതിന്റെ അർത്ഥം ഇത് ഗ്ലാസി സ്റ്റേറ്റ് ആണ്, ഈ അറ്റത്ത് കാണുന്നത് ഗ്ലാസി സ്റ്റേറ്റ് ആണ്. പക്ഷെ ഏറ്റവും ലോ വാല്യൂ എന്ന് പറയുന്നത് ലിക്വിഡ് സ്റ്റേറ്റ് ആണ്. അപ്പൊ ഇതാണ് കൂളിംഗ്. നമ്മൾ കൂളിംഗ് നടക്കുന്നത് ഇങ്ങോട്ടാണ് കൂൾ ചെയ്യുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ ഈ ആരോ ഇങ്ങോട്ടിട്ടാൽ കൂളിംഗ് നടക്കുന്നത് ഇങ്ങോട്ടാണ്. അപ്പൊ എന്ത് സംഭവിക്കുന്ന അറിയാവോ? വിസ്കോസിറ്റി കൂടും, വിസ്കോസിറ്റി ഇൻക്രീസസ്. ഓക്കെ, വിസ്കോസിറ്റി ഇൻക്രീസ് ചെയ്യും. പിന്നെ എന്ത് ഇൻക്രീസ് ചെയ്യും? റിലാക്സേഷൻ ടൈം ഇൻക്രീസസ്. ഫ്രീക്വൻസി ഡിക്രീസസ്. മനസ്സിലായോ? ഇത് 10⁻⁸ ഇൻക്രീസിങ് 10⁻8 മുതൽ 10⁻13 വരെ കൂടും. 13 times. ഇതാണ് ഈ ഗ്ലാസ് ട്രാൻസിഷൻ നടക്കുന്ന പ്രത്യേകത. ഇതാണ് സംഭവിക്കുക. മനസ്സിലായോ? ഇതാണ് ഈ ആരോ കാണിക്കുന്നത്. ടെമ്പറേച്ചർ ഈ ഡയറക്ഷനിൽ കൂടുന്നു എന്നാണ് ഇതിന്റെ അർത്ഥം. മനസ്സിലായോ? ഇപ്പൊ ടെമ്പറേച്ചർ കൂടുമ്പം ഫ്രീക്വൻസി കുറയുകയാണെങ്കിൽ ഈ ഡോട്ട് അതല്ലേ താന്നു വരുന്നത്, കണ്ടോ? ടെമ്പറേച്ചർ ഡിക്രീസസ്. ടെമ്പറേച്ചർ ഡിക്രീസസ് ആണ്. ഡിക്രീസസ് ആണ്. ഇങ്ങോട്ട് പോകുമ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യും. കാരണം ഇത് 1000/T ആണ്, റെസിപ്രോക്കൽ ഓഫ് ടൈം ആണ്. അപ്പോൾ ഇപ്പൊ ഡിനോമിനേറ്റർ ടെമ്പറേച്ചർ കൂടുമ്പം 1/T കുറയും. അപ്പൊ ഇങ്ങോട്ട് പോകുന്തോറും ടെമ്പറേച്ചർ ശരിക്കും അതെ. ഇത് ഈ പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? ശരിക്കും ഗ്ലാസി സ്റ്റേറ്റ് ആണ്, ലോ ടെമ്പറേച്ചർ ആണ്. ദിസ് ഇസ് ലോ ടെമ്പറേച്ചർ. ഇത് ലോ ടെമ്പറേച്ചർ ആണ്, ഇത് ഹൈ ടെമ്പറേച്ചർ ആണ്. ഇത്രയും മനസ്സിലായോ? അപ്പൊ ഇത് ഇത് ഗ്ലാസ് ആണ്. ഇത് അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് തണുപ്പിച്ച് നമ്മൾ ഇതിനെ ഗ്ലാസ് ആക്കി. പക്ഷെ നമ്മുടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് 1/T ആയതുകൊണ്ട് അതിന്റെ അർത്ഥം നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അപ്പൊ നമ്മൾ ടെമ്പറേച്ചർ റൈറ്റ് സൈഡിൽ ലോ ടെമ്പറേച്ചറും ലെഫ്റ്റ് സൈഡിൽ എക്സ് ആക്സിസിന്റെ ലെഫ്റ്റ് സൈഡിൽ ഹൈ ടെമ്പറേച്ചർ ആണ്. കാരണം എക്സ് ആക്സിസ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത് 1000/T ആയതുകൊണ്ട്. അത് മനസ്സിലായല്ലോ അല്ലേ? ഇനി എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇക്വേഷൻ പറയുന്നത് അതാണ് കണ്ടോ, ഈറ്റ = η0 e⁻T⁻Tb. അതായത് the viscosity depends on the reciprocal of temperature, that is exponential power of reciprocal of temperature. e⁻B/T⁻Tb. ഇതിൽ ബിയും ടിയും കോൺസ്റ്റന്റ് ആണ്. അതൊക്കെ ഫിറ്റ് ചെയ്താൽ കണ്ടുപിടിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞാൽ ഇതിനെ നമ്മൾ ഈ വിസ്കോസിറ്റിയും റിലാക്സേഷൻ ടൈമുമായിട്ട് ബന്ധമുണ്ട്, റിലാക്സേഷൻ ടൈമും ഫ്രീക്വൻസി ആയിട്ട് ബന്ധമുണ്ട്.
അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ മാറ്റും എന്ന് വെച്ചാൽ പിന്നെ ടോ ഈസ് ഈക്വൽ ടു ബി. ഇതിനെ നമ്മൾ ഇങ്ങനെ മാറ്റാം. നമ്മളിപ്പോ ആ വിസ്കോസിറ്റിയുടെ ടേമിൽ നമ്മൾ പറഞ്ഞാൽ ഈറ്റ ഈസ് ഈക്വൽ ടു ഈറ്റ 0 ഇ റൈസ് ടു ബി ബൈ ടി മൈനസ് ടി വി. അപ്പൊ അതിനെ നമ്മൾ ടൈമിന്റെ ഇതിൽ മാറ്റുകയാണെങ്കിൽ ടോനെ നമുക്ക് എങ്ങനെ ഇവിടെ എഴുതാം? കാണുന്നുണ്ടോ? ആ കാണുന്നുണ്ട് സർ. ടോ ഈസ് ഈക്വൽ ടു tau is equal to tau 0 e raised to exponential എന്ന് പറയും, exponential dt0 അല്ലെങ്കിൽ b by t minus t0, b by t minus tv, അല്ലെങ്കിൽ ഞാൻ അതിനെ t0 എന്ന് വിളിക്കുന്നു. അതിനെ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആണ്, നമ്മൾ വോഗൽ ടെമ്പറേച്ചർ എന്ന് പറയും. ഇതാണ് ഇതിന് നമ്മൾ ഞാൻ എന്ത് വെച്ചാൽ ഈ വിസ്കോസിറ്റിക്ക് പകരം ടൈം എഴുതി, അല്ല റിലാക്സേഷൻ ടൈം. കാരണം വിസ്കോസിറ്റിയും റിലാക്സേഷൻ ടൈമും ദേ ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഞാൻ ബിക്ക് പകരം dt0 എന്ന് എഴുതുന്നു. അത് തമ്മിൽ റിലേഷൻ എന്ന് വെച്ചാൽ അത് ഡി എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് പാരാമീറ്റർ ആണ്. അത് പറഞ്ഞുതരാം. ഇനി ഇതിനെ നമ്മൾ ലോഗ് എടുത്താൽ എന്ത് സംഭവിക്കുന്നറിയോ? 2.303 ഇത് ആക്ച്വലി ലോഗ് log tau equal to 2.303 log tau 0 plus ഈ എക്സ്പോണൻഷ്യൽ അങ്ങ് പോകും അല്ലേ, dt0 by t minus t0. ഇത്രയും മനസ്സിലായോ? ഓക്കെ. ഇനി ഞാൻ എന്ത് വെച്ചാൽ ഈ 2.303 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഡിവൈഡ് ബൈ 2.303. ഇവിടെ 2.303 ഉണ്ടാവില്ലേ സെക്കൻഡ് ടേമിൽ? അതല്ലേ ഈ എക്സ്പി ഒഴിവാക്കാനല്ലേ 2.303 കൊണ്ട് ഇതാക്കിയത്. അതായത് നമ്മൾ ലോഗ് എടുക്കുമ്പോ ഈ ലോഗും ഈയും കൂടെ ക്യാൻസൽ ആയി പോകും. ക്യാൻസൽ ആയി. ഓക്കെ. 2.303 ഉണ്ടാവില്ലേ? 2.3 ഉണ്ടാവില്ല. കാരണം ഞാൻ ഇത് ലോഗ് എക്സ്പോണൻഷ്യൽ ലോഗിനെ നാച്ചുറൽ ലോഗിനെ 10 ലോഗ് ആക്കാനാണ് 2.3 മൾട്ടിപ്ലൈ ചെയ്തത്. മനസ്സിലായ? ഞാൻ ഇതിന് ആക്ച്വലി ഇതിന്റെ ഇടയിൽ ഒരു സ്റ്റെപ്പ് ഉണ്ട്. ആക്ച്വലി ഞാൻ ആദ്യം നാച്ചുറൽ ലോഗ് ഇ ഈസ് ഈക്വൽ ടു നാച്ചുറൽ ലോഗ് ടോ 0 പ്ലസ് നാച്ചുറൽ ലോഗ് ഓഫ് ഇ എന്ന് വെച്ചാൽ അത് രണ്ടും ക്യാൻസൽ ആയി. നാച്ചുറൽ ലോഗ് ഓഫ് എക്സ്പോണൻഷ്യൽ ക്യാൻസൽ ഔട്ട്. പിന്നെ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. മനസ്സിലായ? ഓക്കെ. ഇപ്പൊ ഞാൻ 3 ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് സംഭവിക്കുന്നയോ ഇത് മാത്രം ഉണ്ടാവും. പക്ഷെ ഇവിടെ ലോഗ് ഇവിടെ 2.303 വരും. ഓക്കെ. ഞാൻ ഇതിനെ y എന്ന് വിളിക്കുന്നു. y is equal to p1 പ്ലസ്, അതായത് ഇതിനെ ഞാൻ p1 എന്ന് വിളിക്കുന്നു. ഓക്കെ. ഇതിനെ ഞാൻ p2 എന്ന് വിളിക്കുന്നു. ഏതാ? dt0. ഓക്കെ. ഇനി ഞാൻ 1000 by t നെ x എന്ന് വിളിക്കുന്നു. അതായത്
1000 by t is equal to x. ഓക്കെ, അപ്പൊ Okay, ടി sir. എന്ന് എന്തറിയാ 1000 by x അല്ലേ? അപ്പോ ടിക്ക് പകരം എക്സ് ആക്കുക. അപ്പോ P2 by എത്ര കിട്ടും? 2.303 1000 by x മൈനസ്, ഇനി T0 ഞാൻ P3 എന്ന് വിളിക്കുന്നു. അപ്പൊ ഞാൻ ഇട്ട സബ്സ്റ്റിറ്റ്യൂഷൻസ് മനസ്സിലാക്കുക. പിന്നെ ഇത് നമ്മുടെ y എന്ന് പറഞ്ഞാൽ എന്താണ്? ലോഗ് ടോ ആണ്. പിന്നെ P1 എന്ന് വെച്ചാൽ എന്താ? P1 ലോഗ് ടോ 0. ഓക്കെ. DT0. P2 എന്ന് വെച്ചാൽ DT0. Okay. P3 എന്ന് വെച്ചാൽ T0. X എന്ന് വെച്ചാൽ 1000 by t. അതിന് കാരണം വെച്ചാൽ നമ്മുടെ ഗ്രാഫ് വരച്ചിരിക്കുന്നത് x ആക്സിസിൽ 1000 by t യും y ആക്സിസിൽ ലോഗ് ടോ ആണ്. ലോഗ് ടോ ആണ്. ലോഗ് എഫ് ആണ്. സോറി, ലോഗ് എഫ് ആണ്. ഇനി ഇതിനെ ഞാൻ എഫ് ആക്കിയാലോ? എഫ് എങ്ങനെ ആക്കുക? ടോ ഇസ് ഇക്വൽ ടു 1/2πf അല്ലേ? അല്ലേ? അപ്പൊ എന്താ സംഭവിക്കുന്നത് വെച്ചാല് ഇതേ സംഭവം ഇതിന് ഇവിടെ ഒരു മൈനസ് എഫ് ഇസ് ഇക്വൽ ടു 1/τ. 1/τ എന്ന് പറയുമ്പോൾ ഇതിനെ റെസിപ്രോക്കൽ എടുത്താൽ മതിയല്ലോ, അല്ലേ? 1/τ. അപ്പോ റെസിപ്രോക്കൽ എടുക്കുമ്പം 1/τ e റൈസ് ടു മൈനസ് 1/e റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ e റൈസ് ടു മൈനസ് എക്സ് ആണ്. അപ്പൊ ഇവിടെ ഒരു മൈനസ് വരുമെന്നേ ഉള്ളൂ. ഇവിടെ ഒരു മൈനസ് വരുമെന്നേ ഉള്ളൂ, ബാക്കിയൊക്കെ സെയിം ആയിരിക്കും. മൈനസ് വരുമെന്നേ ഉള്ളൂ, ബാക്കി സെയിം. സോ ഇൻ ടേംസ് ഓഫ് if y is log f, then this equation is ഇവിടെ ഒരു മൈനസ് വരുമെന്നേ ഉള്ളൂ, അല്ലേ? ഓക്കെ. ഇനി ഈ ഇക്വേഷൻ ഒറിജിനിലേക്ക് ടൈപ്പ് ചെയ്യണം. ഓക്കെ, അതെങ്ങനെയാന്ന് വെച്ചാൽ ശ്രദ്ധിക്കുക. ഒറിജിനില് പിന്നെ അനാലിസിസ് എന്ന് പറഞ്ഞൊരു ടൂൾ ഉണ്ട്. ശ്രദ്ധിച്ച് കേൾക്കണേ. ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, കുഴപ്പമില്ല, ഞാൻ പിന്നെ തരും. ഓക്കെ, റെക്കോർഡിങ് നടക്കുന്നു. ഈ അനാലിസിസ് എന്ന് പറഞ്ഞ ടൂളില് നോൺ ലീനിയർ കർവ് ഫിറ്റ് എന്ന് ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫംഗ്ഷൻ, ന്യൂ ഫംഗ്ഷൻ, ഒരു പുതിയ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാണ്. ആ ഫംഗ്ഷന്റെ പേര് VFT ആണ്. അപ്പൊ നമ്മൾ ഇതിൽ സേവ് ചെയ്തിടാണ്. VFT എന്ന് പറഞ്ഞ് സേവ് ചെയ്തിടാണ്. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് 3, P1, P2, P3. ഡിപ്പെൻഡന്റ് വേരിയബിൾ y, ഇൻഡിപെൻഡന്റ് വേരിയബിൾ x. ഓക്കെ, യൂസർ ഡിഫൈൻ പാരാമീറ്റർ വാല്യൂസ്. ഓക്കെ, ഇനി ഡെഫിനിഷൻ നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത് എന്തൊക്കെയാണ്? അതായത് ഇവിടെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. y is equal to P1 minus P2y. ഇത് അവിടെ കൊണ്ടിടുക. ഓക്കെ, ഇനി നമ്മൾ ഇതിനെ സേവ് ചെയ്യുന്നു. ഓക്കെ, ഇനി നമ്മൾ ആക്ഷൻ, സെലക്ട് ചെയ്യുക ആദ്യം. ഇനി എഡിറ്റ് ചെയ്തു, സെലക്ട് VFT സെലക്ട് ആയിരിക്കുകയാണ്. ഓക്കെ, VFT സെലക്ട് ആയിരിക്കുകയാണ്. ഇനി ആക്ഷൻ ഫിറ്റ്, ആക്റ്റീവ് ഡാറ്റ സെറ്റ്. ഇനി P1, P2, P3ക്ക് ഒരു വാല്യൂസ് ഇട്ട് കൊടുക്കുക. P1 എന്ന് പറയുമ്പോൾ ഒരു 20ക്ക് 15. P2 നമുക്കറിയില്ല, ചുമ്മാ ഫിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ് ചെയ്യുന്നത്. ഒരു 500. P3 എന്ന് പറഞ്ഞാൽ ഒരു 1500. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ 10 ഇറ്ററേഷൻ ക്ലിക്ക് ചെയ്യുക. If you have a user defined, make sure you are using y script equation. അപ്പോൾ അവിടെ നമ്മൾ ഈ എഡിറ്റ് ചെയ്യണം, കാരണം നമ്മുടെ ഇക്വേഷൻ ടൈല് തെറ്റുണ്ട്. ഇക്വേഷനിൽ എക്സ്പ്രഷൻ അല്ല, യൂസർ ഡിഫൈൻഡ് y script ഇക്വേഷൻ ഫോമുലാണ്.
user defined parameter names. VFT new രണ്ട് VFT ഉണ്ട് ഇവിടെ. ഓക്കെ, ഫിറ്റ് ഒരു വാല്യൂ 200. നോക്കാം, നമുക്ക് ഒന്നുകൂടെ എടുത്ത് നോക്കാം. ഓക്കെ, സോറി, ഇത് ആദ്യം സേവ് ചെയ്യണം. ഈ ഇമേജ് സേവ് ചെയ്യണം. ഈ ഫിഗർ സേവ് ചെയ്യണം. This is normally a favorite. Option selected. ഇവിടെ ഒരു തെറ്റുണ്ട് കേട്ടോ, എഡിറ്റ്. അതായത് ബ്രാക്കറ്റിൽ നമ്മൾ ബ്രാക്കറ്റ് കൊടുത്തതിൽ തെറ്റുണ്ട്. അതായത് ഈ ബ്രാക്കറ്റ് 2.303 ഇവിടെ ഒരു ബ്രാക്കറ്റ് ആവശ്യമാണ്. 1000/x ഇവിടെ ഒരു ബ്രാക്കറ്റ് ആവശ്യമാണ്. ഇവിടെ ഒരു ബ്രാക്കറ്റ് ആവശ്യം. ഒരു ഇൻറ്റു വേണം. ഓക്കെ, ചെയ്ത് നോക്കാം. നോക്കാം എന്ത് വരും നോക്കാം. സിൻടാക്സ് എറർ ഉണ്ടെന്നാണ് പറയുന്നത്. സിൻടാക്സ് എറർ ഉണ്ട്. ശരിയാണ്. P1 minus P2. Yes.
ശരിയായി കേട്ടോ. ആ സർ. ഇത് നമ്മൾ ഫിറ്റ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു റെഡ് കളർ ലൈൻ വരും. അതായത് ആ നമ്മൾ ഒരു പ്രാവശ്യം ഫിറ്റ് ചെയ്തു. അങ്ങനെ ഫിറ്റ് ചെയ്തതിനെ മിനിമൈസ് ചെയ്തെടുക്കണം. ഫിറ്റ് ചെയ്ത് കുറേ പ്രാവശ്യം ഫിറ്റ് ചെയ്യണം. നോക്കാം, ആ നമ്മൾ ഓരോ പ്രാവശ്യം ഫിറ്റ് ചെയ്യും തോറും അത് വാല്യൂ മാറി അത് നമ്മുടെ ഡാറ്റയുടെ അടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ? ആ ഓക്കെ. ഇങ്ങനെ കുറേ പ്രാവശ്യം നിൽക്കും. ഇത് പിന്നെ കോൺസ്റ്റന്റ് ആവും. ആ ഓക്കെ. ഇതാണ് വൺസ് ബെസ്റ്റ് ഫിറ്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് വേരി ചെയ്യില്ല. ഇത് കോൺസ്റ്റന്റ് ആയി. ഓക്കെ സർ. കോൺസ്റ്റന്റ് ആയി അതുവരെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. 10 ഇൻറ്ററിൽ ഫിറ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഓക്കെ സർ. ഇപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മുടെ ഡാറ്റയെ VFT ഇക്വേഷനുമായിട്ട് ഫിറ്റ് ചെയ്തു. അതിന്റെ അർത്ഥം നമ്മുടെ ഡാറ്റ VFT ഇക്വേഷനെ ഫോളോ ചെയ്യുന്നതാണ് അതിന്റെ അർത്ഥം. കാരണം വെച്ചാൽ VFT ഇക്വേഷന്റെ ഈ പറയുന്ന പാരാമീറ്റേഴ്സ്, ബിറ്റ് ഫിറ്റ് പാരാമീറ്റേഴ്സ് അനുസരിച്ചുള്ള VFT ഇക്വേഷൻ ആണ് ഈ റെഡ് കളർ ലൈൻ. ആ റെഡ് കളർ ലൈനിലാണ് നമ്മുടെ ഡാറ്റ ഏകദേശം വീണിട്ടുള്ളത്. ഏകദേശം ഒരു പോയിന്റ് മാത്രമേ പുറത്ത് പോയിട്ടുള്ളൂ. ഓക്കെ, അപ്പൊ അതിന്റെ അർത്ഥം പെർഫെക്റ്റ് ആണ് നമ്മുടെ ഡാറ്റ. ഓക്കെ സർ. അപ്പൊ ഇനി കഴിഞ്ഞു ഫിറ്റിംഗ്. ഇനി നമുക്ക് ഫിറ്റിംഗ് പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ P1, P2, P3 ആണോ അല്ലേ? ഓക്കെ. P1, P2, P3 അല്ലേ? ആ ഓക്കെ സർ. ഇത് ഇന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒന്ന് പിന്നെ ഡിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഞാൻ പറഞ്ഞു P2 എന്ന് പറയുന്നത് DT0 ആണ് അല്ലെ? അപ്പൊ P2/T0 ആണ് D. അപ്പൊ T0 കണ്ടുപിടിക്കാൻ പറ്റും. T0 കണ്ടുപിടിക്കാനും വഴിയുണ്ട്. P3 ആണ് T0. അങ്ങനെ നമുക്ക് അതിന് നമ്മൾ മാറ്റ്ലാബ് ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഫ്രിജിലിറ്റി ഒക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഫ്രിജിലിറ്റി, ഗ്ലാസ് ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് നമ്മൾ മാറ്റ്ലാബ് യൂസ് ചെയ്യണം. അപ്പൊ ഇത് ഡണ്ണ് നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഒരു റിസൾട്ട്സ് ലോഗ് എന്ന് പറഞ്ഞൊരു സംഭവം വരും. ഉണ്ടോ? ഇതാണ് ഈ ഫിറ്റിങ്ങിന്റെ റിസൾട്ട്. ഇതാണ് ഒറിജിൻ നോൺ ലീനിയർ ഫിറ്റിംഗ്. P1, P2, P3. ഇത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ കോപ്പി ചെയ്ത് നമ്മുടെ വേർഡ് ഫയലിലേക്ക് പേസ്റ്റ് ചെയ്യണം. അത് നമ്മൾ ഒരു VFT നോൺ ലീനിയർ ഫിറ്റിംഗ് അങ്ങനെ എഴുതി വെക്കണം. ഹെഡിങ് എഴുതണം, നോൺ ലീനിയർ ഫിറ്റ് ഓഫ് പേസ്റ്റ് ചെയ്യണം. അപ്പൊ ഇതാണ് നമ്മുടെ നോൺ ലീനിയർ ഫിറ്റ് വാല്യൂസ്. അത് സേവ് ചെയ്യണം. അത് നമ്മൾ എവിടെയെങ്കിലും സേവ് ചെയ്യണം. ഓക്കെ, ഹലോ സർ. ഇനി അടുത്ത സ്റ്റെപ്പാണ് ഈ പറയുന്ന 3 വാല്യൂസിന്റെ കൂടെ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്യാനുണ്ട്. Xmin, Xmax. Xmin എന്ന് വെച്ചാല് നമ്മള് ഈ അറീനിയസ് ഗ്രാഫിലെ മിനിമം എക്സ് വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി ഈ സ്ക്രീൻ റീഡർ ഉപയോഗിച്ച് ഏറ്റവും ലോവസ്റ്റ് പോയിന്റിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും 2.717 കിട്ടും. അപ്പൊ അത് ഇവിടെ വെക്കുക, അത് എഴുതുക 2.717. ഇനി അടുത്തത് Xmax. ഇതാണ് Xmax 3.236. Xmax എന്ന് പറയുന്നത് ഹലോ, മനസ്സിലായ? ഇത് ഇങ്ങനെ സേവ് ചെയ്യുക. എന്നിട്ട് ഇത്രയും ഡാറ്റ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് VFT മാറ്റ്ലാബ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇത് ആദ്യം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ എല്ലാം കൂടെ പറഞ്ഞാൽ ചിലപ്പോൾ ഡൗട്ട് ആയി, കൺഫ്യൂസ് ആവും. അപ്പൊ അത് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇത് 2 സാമ്പിളിന്റെ ഇതൊന്ന് ചെയ്ത് വെച്ചിട്ട് പറയും. എന്നാ ഓക്കെ അല്ലേ? വേറെ എന്തെങ്കിലും ഉണ്ടോ, പറയാനുണ്ടോ? ഓക്കെ അല്ലേ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ശരി, എന്നാ ഞാൻ ചെയ്തോണ്ടിരിക്കും. എന്തെങ്കിലും ചോദിക്കും. ചോദിച്ചോളൂ. ശരി. ഓക്കെ.